മിക്സി ഇല്ലാണ്ടിരുന്ന കാലത്ത് എങ്ങനെ മയോണൈസ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാനും ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. അതിനുള്ള ഒരു ഉത്തരമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഒരു ബോൾ എടുക്കുക, അതിലേക്ക് നമ്മുടെ എഗ് വൈറ്റും യോക്കും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് എഗ് യോക്ക് മാത്രം ഇട്ട് കൊടുത്ത് നല്ലോണം വിസ്ക് ചെയ്തെടുക്കുക. വിസ്ക് ചെയ്യുമ്പോൾ തന്നെ ബാച്ച് ബൈ ബാച്ച് ആയിട്ട് നമ്മൾ ഇങ്ങനെ ഓയിൽ ഒഴിച്ച് കൊടുത്തുകൊണ്ടേയിരിക്കണം. ഈ ഓയിൽ ഒഴിച്ച് കൊടുത്ത് വിസ്ക് ചെയ്യുമ്പോൾ എയറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുകയും അവിടെ മോളിക്യൂൾസ് തമ്മിൽ വലിപ്പം കുറഞ്ഞ് അത് ജോയിൻ ആയിട്ട് അതങ്ങ് തിക്കനാവാൻ തുടങ്ങും. അവിടാണ് ഇത് മെക്കാനിക്കലി ആണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ മിക്സിയിലാണ് ചെയ്യുന്നത്. മയണൈസ് എന്ന് പറയുന്നത് ഒരു മദർ സോസസിൽ വരുന്ന ഒരു ഐറ്റം ആണ്. ഓക്കെ, സോ ബേസിക് മദർ സോസസിൽ വരുന്ന ആറാമതായിട്ട് വരുന്ന ഒരു ബേസിക് മദർ സോസ് ആണ് മയണൈസ്. മയണൈസ് കൊണ്ട് നമുക്ക് വേറെ പല സോസുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ മയണൈസ് നമുക്ക് കൈകൊണ്ട് ചെയ്യാം എന്ന് ഞാൻ ആദ്യം അയ്യോ അതെങ്ങനെ ചെയ്യും എന്നൊക്കെ ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ചെയ്യാൻ വളരെ ഈസിയാണ്. പക്ഷെ നമുക്ക് കുറച്ച് നേരം നമ്മുടെ കൈ പ്രവർത്തിപ്പിച്ചുകൊണ്ടേയിരിക്കണം. നല്ലവണ്ണം വിസ്ക് ചെയ്ത് നല്ലോണം എയറേഷൻ അങ്ങോട്ടായി ബാച്ച് ബൈ ബാച്ച് ആയിട്ട് മാത്രമേ ഓയിൽ ഒഴിച്ചു കൊടുക്കാവൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസൈഡ് തിക്നെസ് വരത്തില്ല. പിന്നെ മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കാൻ പാടില്ല. കാരണം യോക്ക് മാത്രം ഇട്ട് കൊടുത്താലാണ് നമുക്ക് ഈ രീതിയിലുള്ള നമുക്ക് മയണൈസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് ചേർന്ന് കഴിഞ്ഞാൽ വെള്ളം പോലെ ആയിപ്പോവും. അപ്പൊ ഓയിൽ ബാച്ച് ബൈ ആയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ്സ് കണ്ടിന്യൂസ് വിസ്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മയണൈസ് സോസ് റെഡി ആയിട്ട് കിട്ടും. അപ്പൊ നിങ്ങൾക്കും ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ബൈ.